നമസ്കാരം. പുതിയ NH പാലത്തിന്റെ അടിയിൽ കൂടി പോകുമ്പോൾ ഒന്ന് കുനിഞ്ഞു പോകണം. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ ഒന്ന് കേട്ടതായിരുന്നു, വൈറ്റില ഫ്ലൈ ഓവറിന്റെ കേസ്. എന്നാൽ ഇവിടെ ശരിക്കും സംഭവിച്ചിരിക്കുക, കുനിഞ്ഞു തന്നെ പോകണം. ഭാഗ്യത്തിന് വാഹനങ്ങളൊന്നും പോകുന്നവരല്ല കുനിഞ്ഞു പോകേണ്ടത്, വെള്ളത്തിൽ കൂടി ബോട്ടിൽ പോകുന്നവർ വേണം കുനിഞ്ഞു പോകാൻ. അത് എല്ലാ ബോട്ടും അങ്ങോട്ട് പോവുകയില്ല. ഫിഷിംഗ് ബോട്ട് പോലും ആ വഴി കൂടി പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ പുതിയ NH-ലെ ഗംഭീര പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. എടപ്പള്ളി തുടങ്ങി അങ്ങോട്ടുള്ള NH ഗംഭീരമായിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും കൺസ്ട്രക്ഷൻ നടക്കുന്നത്. പ്രൊഫഷണൽ ആയിട്ട് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് തകർപ്പൻ രീതിയിൽ എല്ലാ സ്ഥലത്തും കൺസ്ട്രക്ഷൻ നടക്കുന്നു. ചില പുഴകൾ ക്രോസ് ചെയ്ത് പാലങ്ങൾ വരുന്നു, റോഡ് ക്രോസ് ചെയ്ത് പാലങ്ങൾ വരുന്നു, എല്ലാം നന്നായിട്ട് വരുന്നു. പക്ഷേ പറവൂർ പുഴ ക്രോസ് ചെയ്യുന്ന പാലത്തിന്റെ അവിടെ എത്തിയപ്പോൾ പാലം വളരെ താന്നു വന്നിരിക്കുന്നു. 2 മീറ്റർ 10 സെന്റിമീറ്റർ ആണ് പരമാവധി എന്റെ കൈയെത്തുന്ന ഹൈറ്റ്. ഞാൻ ആ മൺകൂനയിൽ നിന്ന് കൈയെത്തിച്ചു പൊക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഗർഡർ വരെയുള്ള ഹൈറ്റ് 2.10. വേലിയിറക്ക സമയമായിരുന്നു. ഏകദേശം 2 അടി താഴെ കൂടിയാണ് വെള്ളം പോകുന്നത്. അത് 1-2 അടി പൊങ്ങി വരാം. ഒരു ഫിഷിംഗ് ബോട്ട് പോലും അതിലെ കടന്നു പോകാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. വരുന്ന 100 വർഷം മുന്നിൽ കണ്ടു വേണം ഓരോന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ എന്ന് എപ്പോഴും പറയും. നോക്കൂ, 100 വർഷം മുമ്പ് പണിത പാലം, ഇരുമ്പിന്റെ തൂണുകളുടെ മുകളിൽ നിൽക്കുന്ന പാലമാണ്. ഒരു ബസ്സിന് പോകാവുന്ന വീതി മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് താഴെ കൊടുത്തിരിക്കുന്ന ക്ലിയറൻസ് നോക്കൂ, ആവശ്യത്തിനുള്ള ഹൈറ്റ് കൊടുത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ പാലം 70കളുടെ അവസാനത്തോടു കൂടിയാണ് സ്റ്റോപ്പ് ആക്കിയത്. 80കളുടെ ആദ്യകാലത്തിൽ തുടക്ക സമയത്ത് തന്നെ സമാന്തര പാലം വേറെ വന്നു, 2 വരിപ്പാത. അത് വന്നപ്പോൾ വീണ്ടും ഹൈറ്റ് കൂട്ടി. അതിനും കൊടുത്തിരിക്കുന്ന ക്ലിയറൻസ് പെർഫെക്റ്റ്. 40 വർഷം മുമ്പ് ഈ ഭാഗങ്ങളിൽ ഹൈവേക്ക് വേണ്ടി ലാൻഡ് അക്വസിഷൻ തുടങ്ങിയതാണ്. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഹൈവേ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഈ സമയത്ത് പാലം പണിയുന്നത് ഇങ്ങനെ മണ്ടത്തരം കാണിച്ചിട്ടാണോ? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മണ്ടത്തരം അവിടെ സംഭവിക്കുന്നു? ബാക്കി പാലങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പണിത് വന്നിരിക്കുന്നു. ഒരു പക്ഷേ 1 കിലോമീറ്റർ അകലെയായിട്ടാണ് പെരുമ്പടന്ന പാലം വരുന്നത്. അതായത് പറവൂർ ചിറായി റോഡ് ക്രോസ് ചെയ്യുന്നതിന്റെ മുകളിൽ കൂടി ഈ ഹൈവേയുടെ പുതിയ പാലം വരുന്നത്. ആ പാലം ലാൻഡ് ചെയ്ത് താഴെ എത്തിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത ബ്രിഡ്ജ് തുടങ്ങേണ്ടി വരുന്നു. അങ്ങനെ വരുന്നത് കാരണം ഒരു പക്ഷേ ഇതിന് ഹൈറ്റ് കുറഞ്ഞു പോയതായിരിക്കാം. പക്ഷെ അതൊരു എക്സ്ക്യൂസ് അല്ലല്ലോ. ഇതൊരു ചെറിയ തോടൊന്നുമല്ല പറവൂർ പുഴ എന്ന് പറയുന്നത്. അത്യാവശ്യം വീതി ഉള്ളതും ടൂറിസ്റ്റ് ബോട്ടുകളും പോയിക്കൊണ്ടിരിക്കുന്നതും ഭാവിയിൽ പോകാൻ സാധ്യത ഉള്ളതുമാണല്ലോ. അവിടെ ഇങ്ങനെ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് എവിടെ പറ്റിയ മണ്ടത്തരമാണ്, ആർക്ക് പറ്റിയ മണ്ടത്തരമാണെന്ന് അറിയില്ല. ഇത് പഞ്ചായത്തിൽ ഒരു കലിംഗ പണിയുന്നത് പോലെയാണ് ഇത്രയും വലിയൊരു പ്രൊജക്ട്. 100 കണക്കിന് എഞ്ചിനീയേഴ്സും 100 കണക്കിന് കൺസൾട്ടൻസും എന്തെല്ലാം അപ്രൂവലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് വിവരമില്ലാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ചെയ്തു വരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ട് സംഭവിച്ചിരിക്കുമെന്ന് അറിയില്ല. ആ തൂണുകൾ പണിത് കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്ക് ശരിക്കും മനസ്സിലാവില്ല സംഭവം എന്താണെന്ന്. അതിനുശേഷം 2 ഗർഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ആണ് അവിടെ നാട്ടുകാരിളകിയത് ഈ പ്രശ്നം റേസ് ചെയ്തുകൊണ്ട്. ഇഷ്യൂസ് ആയപ്പോൾ തന്നെ പെട്ടെന്ന് അവർ ബാക്കി ഗർഡറും കൂടെ വെച്ചു, 10 അങ്ങ് വെച്ചു, ഫിറ്റ് ചെയ്തു. അങ്ങനെ ഫിറ്റ് ചെയ്ത് പോകാം എന്നായിരിക്കും ഒരു പക്ഷെ അവർ ധരിച്ചിരുന്നത്. പക്ഷെ ജനമിളകി, ഇഷ്യൂ ആയി, രാഷ്ട്രീയപരമായി ഇടപെട്ടു. ഇപ്പൊ കളക്ടർ മുമ്പിൽ എത്തിയിട്ടുണ്ട്, റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ഭാഗത്തെ കൺസ്ട്രക്ഷൻ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് പേപ്പറിലൂടെ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാരണവശാലും ഇത്ര ഹൈറ്റ് കുറച്ച് ഇത്ര പ്രധാനപ്പെട്ട ഒരു പുഴയുടെ മുകളിൽ കൂടി പാലം പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സമ്മതിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ആവശ്യത്തിനുള്ള ക്ലിയറൻസ് ഇട്ടുകൊണ്ട് തന്നെ പണിയേണ്ടി വരും. 2024 ആയാലും കൊള്ളാം, ഏത് കാലമായാലും കൊള്ളാം. നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും നടക്കുന്നത് ദീർഘവീക്ഷണം ഇത്രയൊക്കെ ഉള്ളൂ. ഏത് ദീർഘവീക്ഷണം എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഇടയിലും കാണിക്കും ഒരു മണ്ടത്തരവും വിവരക്കേടും.